കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രത്യേക ഒക്കേഷനൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് ഈ പ്രാവശ്യം. നമ്മൾ പറഞ്ഞു എപ്പോഴാണെങ്കിലും CTM ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്നല്ലേ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നിവയ്ക്കൊക്കെ ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇടുക. അതിനുശേഷം ആ ഒരു ഫൗണ്ടേഷൻ അവരവരുടെ സ്കിൻ ടൈപ്പിന് ചേർന്നതാണ് ഇടേണ്ടത്. പിന്നീട് ചിലർ അതിനു മുന്നേ പ്രൈമർ അപ്ലൈ ചെയ്യാറുണ്ട്. മേക്കപ്പ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്നതിനും നല്ല ഭംഗിയായി കാണുന്നതിനും വേണ്ടിയാണ് ഈ പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൺസീലർ ഉപയോഗിക്കാറുണ്ട്. അതും ഓപ്ഷണലാണ്. ചിലർ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈ കൺസീലർ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അൺഈവൻ സ്കിൻ ടോൺ കൂടുതൽ മറയ്ക്കാനാണ്. മിക്കവാറും ഈ കണ്ണിന് താഴെയുള്ള കറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി മറയ്ക്കാനാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യാനായി ഒന്നുകിൽ കൺസീലർ ബ്രഷ് അല്ലെങ്കിൽ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫിംഗർ ടിപ്സ് യൂസ് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഈ പൗഡർ സെറ്റ് ചെയ്യാനായി വലിയ മേക്കപ്പ് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുശേഷമായിട്ട് നമുക്ക് ബ്ലഷ് ഉപയോഗിക്കാം. കവിളൊക്കെ ഒന്ന് തുടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമുക്കൊന്ന് കൈകളിൽ പുരട്ടി അത് തന്നെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു ബ്ലഷ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ചീക്ക് ബോൺസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഐബ്രോസ്. മിക്കവാറും പേർ ഷേപ്പൊക്കെ വരുത്തി നന്നായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും ഐബ്രോ. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മാക്സിമം നമ്മൾ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാതെ ബ്രൗൺ കളറോ നമ്മുടെ ഹെയറിന് ചേർന്ന ഒരു കളറിൽ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രോ പെൻസിൽ, ബ്രോ പൗഡർ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബ്രോ പൗഡറിനായിട്ട് ഒരു ബ്രഷും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഐ മേക്കപ്പ് നോക്കാം. ഐ മേക്കപ്പ് നമ്മൾ എപ്പോഴും ഐ ഷാഡോ ഉപയോഗിക്കാറില്ല, വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം. അതിനുശേഷം കാജൽ ഉപയോഗിച്ചിട്ട് ഐലൈനറും ചെറുതായിട്ടൊന്ന്, അത് ചില അപ്പർ ലിഡിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് അവരവരുടെ ആ ഒരു ഭംഗിക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റായിട്ട് മസ്കാര മസ്റ്റായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ കൺപീലി നല്ല ഫില്ലായിട്ടിരിക്കാൻ നല്ല ഭംഗിയായിട്ട് തോന്നിക്കും മസ്കാര. അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ് ബാം പുരട്ടിയിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത്, ന്യൂഡ് ഷെയ്ഡാണെങ്കിലോ അതല്ല ഏത് കളറാണെന്ന് വെച്ചാൽ ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ലിപ്പ്. അതിന് പുറത്തായിട്ട് നമുക്ക് മാറ്റ് ലിപ്സ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ലിപ് ബാം, ഗ്ലോസി ലിപ് ബാമും കൊടുത്താൽ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞ് ഒരു പൊട്ടും കൂടി തൊട്ടാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.